കേരളത്തിലെ വോട്ടെടുപ്പ് അവസാനിച്ച് ഒരു നീണ്ട കാത്തിരിപ്പിലാണ് നേതാക്കളും അണികളും. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ഏറ്റവും പുതിയ ഒരു എക്സിറ്റ് പോൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിലായി 140 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണിയും വിജയിക്കുന്ന സീറ്റുകൾ CNXD എക്സിറ്റ് പോൾ. ആദ്യം നോക്കുന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ LDF 7 മുതൽ 9 സീറ്റുകൾ വരെയും UDF 4 മുതൽ 6 സീറ്റുകൾ വരെയും നേടും. അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ LDF 6 മുതൽ 8 സീറ്റുകൾ വരെയും UDF 3 മുതൽ 5 സീറ്റുകൾ വരെയും നേടും. അടുത്തതായി നോക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ NDA 0 മുതൽ 1 സീറ്റ് വരെയും LDF 2 മുതൽ 4 സീറ്റ് വരെയും UDF 1 മുതൽ 3 സീറ്റ് വരെയും നേടും. അടുത്തതായി നോക്കുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ LDF 0 മുതൽ 2 സീറ്റ് വരെയും UDF 1 മുതൽ 3 സീറ്റ് വരെയും നേടും. അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ LDF 1 മുതൽ 3 സീറ്റുകൾ വരെയും UDF 13 മുതൽ 15 സീറ്റ് വരെയുമാണ് നേടുക. അടുത്ത ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 8 മുതൽ 10 സീറ്റ് വരെ LDFും 2 മുതൽ 4 സീറ്റ് വരെ UDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 9 മുതൽ 11 സീറ്റുകൾ വരെ LDFും 2 മുതൽ 4 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 0 മുതൽ 3 സീറ്റ് വരെ LDFും 11 മുതൽ 14 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 മുതൽ 3 സീറ്റ് വരെ LDFും 2 മുതൽ 4 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 1 മുതൽ 3 സീറ്റുകൾ വരെ LDFും 6 മുതൽ 8 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 6 മുതൽ 8 സീറ്റുകൾ വരെ LDFും 1 മുതൽ 3 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 0 മുതൽ 2 സീറ്റുകൾ വരെ LDFും 3 മുതൽ 5 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 5 മുതൽ 7 സീറ്റുകൾ വരെ LDFും 4 മുതൽ 6 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 0 മുതൽ 2 സീറ്റുകൾ വരെ NDAയും 8 മുതൽ 10 സീറ്റുകൾ വരെ LDFും 3 മുതൽ 5 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ NDA സഖ്യം 0 മുതൽ 3 സീറ്റ് വരെയും LDF സഖ്യം 54 മുതൽ 83 സീറ്റുകൾ വരെയും UDF സഖ്യം 56 മുതൽ 85 സീറ്റുകൾ വരെയും നേടും.